ഹലോ ഗായ്സ്, നമുക്കിന്നൊരു ചിക്കൻ തോരൻ വെച്ചാലോ. അപ്പോൾ അതിലേക്കായി ആദ്യമായിട്ട് നമുക്ക് മൺചട്ടി അടുപ്പത്ത് വയ്ക്കാം. മൺചട്ടി തന്നെ വേണമെന്നില്ല, ഏതായാലും മതി. ഞാനിപ്പോൾ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടി ഒഴിച്ച് അതിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് ഇനി വറ്റൽ മുളകും കറിവേപ്പില ഇടണം. വറ്റൽ മുളക് കൂടുതൽ വേണം ഇതിനായിട്ട്. എന്നിട്ട് അടുത്തതായി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, കുഞ്ഞ് 2 സവാള ഇതും കൂടി അരിഞ്ഞിട്ട് നമുക്ക് വശക്കാം നന്നായിട്ട്. ഇനി അടുത്തതായി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായിട്ട് അരച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് അത് കുറച്ച് നേരം ഒന്ന് മൂപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് അതിലേക്കായി നമുക്ക് അരയ്ക്കണം. തേങ്ങ ചിരകിയത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, കുരുമുളക് ഇത്രയും കൂടി അരച്ച് നമുക്ക് ഈ ഉള്ളിയിലോട്ട് ഇടാം. ഇനി ഉള്ളിയുമായിട്ട് ഇത് നന്നായിട്ട് വേവണം. നമുക്ക് ഉള്ളിയെല്ലാം കൂടി സൈഡിൽ നിന്ന് എടുത്ത് ആ അരപ്പിനെ പൊത്തിമൂടി അടച്ച് വയ്ക്കാം. ഉപ്പ് പാകത്തിന് ഇട്ട് നോക്കിക്കോണം. നമുക്കിത് മൂടി വയ്ക്കാം. അടുത്തായി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലപോലെ അരപ്പ് നന്നായിട്ട് വേകുന്നത് വരെ ഇത് ഇളക്കണം. അത് കഴിഞ്ഞിട്ട് ചിക്കൻ നമ്മൾ സെപ്പറേറ്റ് വേവിച്ചാണ് വയ്ക്കേണ്ടത്. ചിക്കൻ വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്ര ഇട്ട് വേവിച്ച് സെപ്പറേറ്റ് എടുക്കണം. എന്നിട്ട് അത് ഈ അരപ്പിൽ കൂടി നമ്മളിട്ട് അരപ്പെല്ലാം കൂടി ചിക്കനിൽ മൂടി വെച്ച് 2 മിനിറ്റ് നമ്മൾ വേവിക്കണം. ചിക്കനിൽ ഉപ്പിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ ആ ഉപ്പ് നിങ്ങൾ നോക്കിക്കോണം. എന്നിട്ട് ചിക്കൻ വേവിച്ച വെള്ളം ശകലം ഇതിലോട്ട് നമ്മൾ ഒഴിക്കണം. എന്നിട്ട് അരപ്പെല്ലാം കൂടി ഇട്ട് ചിക്കന് മൂടി ഒരു 2 മിനിറ്റ് അടച്ച് ആവി കയറ്റാം. ഇതിലേക്ക് അടയ്ക്കുന്നതിന് മുന്നേ ഇതിലേക്ക് ഗരം മസാല ചേർക്കണം. ഗരം മസാല ചേർത്ത് ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ച് വയ്ക്കണം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുരുമുളക് പൊടി ഒന്നും കൂടി ഇട്ട് കൊടുക്കണം. ഞാനത് വീഡിയോയിൽ എടുക്കാൻ മറന്നു പോയതാണ്. കുരുമുളക് പൊടി നന്നായിട്ട് ഈ ചിക്കൻ തോരൻ വയ്ക്കുമ്പോൾ എപ്പോഴും കുരുമുളകാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. എരിവ് നന്നായിട്ട് വേണമെങ്കിൽ ഇത് നല്ല ടേസ്റ്റായിട്ടിരിക്കും. അപ്പോൾ സ്വാദിഷ്ടമായ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. താങ്ക് യു ഗായ്സ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.